സമാഹരിക്കുക എന്നുള്ളത്. ഇവിടെ ഇന്ന് മോദി പറയുകയാണ് മഹാരാഷ്ട്രയിലെ ഒരു തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള മേഖലയിൽ നിന്ന് പലായനം ചെയ്യുന്നു ഒരു പാർട്ടിയിലെ പ്രധാന നേതാവ്, പേരെടുത്ത് പറയാതെ, പക്ഷേ ഉദ്ദേശിക്കുന്നത് ആരെയാണെന്ന് എല്ലാവർക്കും വ്യക്തമാണ്. ഇവിടെ നിങ്ങൾ വയനാടിനെ പറ്റി നൽകുന്ന ചിത്രം എന്താണ്? കോൺഗ്രസിന് ഒരു സ്വാധീനവുമില്ല. ഒരു സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന പാർട്ടിക്ക് സംഘടിത ശക്തിയുള്ള ഒരു സ്ഥലത്ത് അവരുടെ ദയാവായ്പിൻ്റെ അടിസ്ഥാനത്തിൽ ജയിച്ചു കയറാൻ എത്തുന്ന ഒരു പരദേശി. ഈ സമീപനം നിങ്ങൾ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉന്നയിച്ചതാണ്. അതിൻ്റെ മറുപുറമാണ് ഇന്ന് മോദി പറഞ്ഞത്. പക്ഷെ മോദി അത് ഏത് രൂപത്തിലാണ് എതിർ ധ്രുവീകരണത്തിന്, ഭൂരിപക്ഷ ഹിന്ദു ധ്രുവീകരണത്തിന്, രാജ്യത്തെ തന്നെ വിഭജിക്കുന്ന സ്വഭാവത്തിലുള്ള പരാമർശങ്ങൾക്ക് അത് വിനിയോഗിച്ചത് എന്ന് നിങ്ങൾ കാണണം. അപ്പോൾ നിങ്ങൾ ആർക്കാണ് ഇന്ധനം കൈമാറുന്നത് ശ്രീ ആനത്തലവട്ടം ആനന്ദൻ? ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് മുഖ്യ ശത്രു BJP ആണ്, സംഘപരിവാർ RSS ശക്തികളാണ്. അതാണ് കേരളവും ഇന്ത്യയും കഴിഞ്ഞ കുറേ മാസങ്ങളായി ചർച്ച ചെയ്ത് വരുന്നത്. ആ BJPക്കെതിരായി കോൺഗ്രസ് ഒരു നിലപാട് സ്വീകരിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ കോൺഗ്രസ് BJPക്കെതിരായിട്ടുള്ള നിലപാടല്ല. ഇടതുപക്ഷ പാർട്ടികളും പ്രാദേശിക റീജിയണൽ പാർട്ടികളും എല്ലാം എടുത്ത നിലപാടും അമിതാധികാരത്തിൽ ഒരു ഫാസിസ്റ്റ് ഭരണത്തിലേക്ക് പോകുന്ന BJP സംഘപരിവാർ ശക്തികളെ അധികാരത്തിൽ അടുപ്പിക്കരുത്, അവരെ താഴെ ഇറക്കണം എന്നെല്ലാവരും കൂടി, കോൺഗ്രസ്, റീജിയണൽ പാർട്ടികൾ, ഇടതുപക്ഷ പാർട്ടികൾ എല്ലാവരും കൂടി ആലോചിച്ച് എല്ലാവരും കൂടി ആ ഒരു നിലപാടെടുത്തതിൽ നിന്ന് അതിൻ്റെ ചാമ്പ്യനായി നിൽക്കുന്നയാൾ രാഹുൽ ഗാന്ധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, കോൺഗ്രസ്സാണ് എൻ്റെ ചാമ്പ്യനായി നിൽക്കുകയെന്ന് പറഞ്ഞിട്ട് അവസാന നിമിഷത്തിൽ ആ BJPക്ക് ഒരു ശക്തിയുമില്ലാത്തൊരു കാൻഡിഡേറ്റ് പോലും ഇല്ലാത്തൊരു മണ്ഡലത്തിൽ, ഇടതുപക്ഷത്തിന് സ്വാധീനമില്ല, ഇടതുപക്ഷം മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിൽ, ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള കേരളത്തിൽ വന്ന് ശ്രീ രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റായി മത്സരിക്കുന്നതിനുള്ള അതിൻ്റെ ഒരു അഭംഗി, അതൊരു പക്വതയില്ലായ്മയാണ്. അത് ഈ പറഞ്ഞു വന്ന രാഷ്ട്രീയത്തിന് വിരുദ്ധമായ ഒരു രാഷ്ട്രീയമാണ്. അവിടെ നിന്ന് ഒളിച്ചോടുകയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ എവിടെയാണ് അദ്ദേഹം നിന്ന് മത്സരിക്കേണ്ടത്? BJPയുടെ മടയിൽ നിന്ന് മത്സരിക്കണം. അടക്കമുള്ള നേതാക്കന്മാർ പറഞ്ഞു. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ BJPക്ക് ഒരു നല്ല പ്രചാരണായുധം നിങ്ങൾ നൽകിയിരിക്കുകയാണ്. അമേഠിയിൽ രാഹുൽ ഗാന്ധി തോൽക്കുമെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ട് പ്രമുഖ നേതാക്കന്മാരാണ്. കേരളത്തിൽ നിന്ന് കോടിയേരിയും ദേശീയ തലത്തിൽ അമിത്ഷായും. എന്തുകൊണ്ടാണ് ഒരേ താല്പര്യത്തോടുകൂടി അമേഠിയിൽ രാഹുൽ ഗാന്ധി തോൽക്കണം എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതിന് നിങ്ങൾ പറയുന്ന കാര്യകാരണങ്ങൾ ഭിന്നമായിരിക്കാം. അപ്പോൾ ഒരു താല്പര്യത്തിൽ ഒന്നിക്കുന്നു, പിന്നെ അതിലേക്കുള്ള കാരണങ്ങളിൽ ഏറിയും കുറഞ്ഞും വിയോജിച്ച് നിൽക്കുന്നു. യോജിപ്പിൻ്റെ മേഖലകൾ കൂടിക്കൂടി വരികയാണ് ഓരോ ദിവസവും ചെല്ലും തോറും. അപ്പോൾ 23-ാം തീയതിയിലേക്ക് അടുക്കുമ്പോൾ ഒറ്റക്കെട്ടായിട്ടായിരിക്കും നിങ്ങളിതിൽ നിൽക്കുക. അത് വേണു ആമുഖമായി പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, 1977 ജനസംഘവും CPM തമ്മിൽ BJP തമ്മിൽ യോജിച്ചു എന്ന് പറഞ്ഞല്ലോ. അടിയന്തരാവസ്ഥയ്ക്കെതിരായി കോൺഗ്രസിനെതിരായി ജനസംഘവുമായും സഹകരിച്ച് ഞങ്ങൾ ജയിലിൽ കിടന്നിട്ടുണ്ട്, ഭരിക്കാനല്ല, ജയിലിൽ കിടന്നിട്ട് സമരം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഒരു അമിതാധികാരം നടത്തുന്ന വാഴ്ച നടത്തുന്ന BJPയാണ്. ആ BJPക്കെതിരായി അങ്ങനെ വേണ്ടേ പറയാം. കോൺഗ്രസും ഇടതുപക്ഷവും കൂടെ യോജിപ്പിച്ചു. അല്ലാതെ 77 തന്നെയാണ് 2019 എന്ന് പറയുന്നതിൽ അതൊരു യാഥാർത്ഥ്യമാണോ? വസ്തുതാവിരുദ്ധമല്ലേ? ഇപ്പോൾ ആരുമായിട്ട് തമ്മിൽ യോജിപ്പുള്ളത്? കോൺഗ്രസും ഇടതുപക്ഷവുമായി യോജിക്കുന്നത് എന്തിന്? BJPയുടെ അമിതാധികാര വാഴ്ച തകർക്കാൻ. അന്ന് യോജിച്ചത് BJPയുടെ കോൺഗ്രസിൻ്റെ അമിതാധികാര വാഴ്ച തകർക്കാൻ അന്ന് ആരൊക്കെ ജനസംഘവുമായി യോജിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിനെ വ്യത്യസ്തമായി ട്വിസ്റ്റ് ചെയ്ത് അന്നും ഇന്നും ഒരേ തൂവൽ പക്ഷികളെന്ന് ശ്രീ വേണു പരാമർശിക്കുകയുണ്ടായി. അത് ശരിയായില്ലല്ലോ. രണ്ടല്ലേ, രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുകയല്ലേ. അന്ന് BJP അന്ന് കോൺഗ്രസ് ചെയ്ത പണി ഇന്ന് BJP ചെയ്യുന്നു. അതുകൊണ്ട് അന്ന് കോൺഗ്രസിനെതിരായി ജനസംഘമായി യോജിച്ചപ്പോൾ ഇന്ന് BJPക്കെതിരായി കോൺഗ്രസുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. പക്ഷേ കോൺഗ്രസ് അവിടെ നിന്ന് വിളിച്ചോടുന്നു. അവർക്കെതിരായി വസ്തുതാപരമായി അങ്ങ് പറയുന്നത് ശരി തന്നെയാണ്. രണ്ട് ഘട്ടത്തിൽ രണ്ട് അമിതാധികാര പ്രവണതകൾ കാട്ടിയത് രണ്ട് കക്ഷികളാണ്. അതത് ഘട്ടങ്ങളിൽ ആ അമിതാധികാര പ്രവണത കാട്ടിയ കക്ഷികൾക്കെതിരെയായിരുന്നു നിങ്ങളുടെ നിലപാട്. അതിനുള്ള സൗഹൃദങ്ങളായിരുന്നു അന്നുണ്ടായിരുന്നതും ഇപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചതുമെന്ന് പറയുന്നു. ശരി, പക്ഷേ ഇപ്പോൾ കാണുന്നത് ആരും തമ്മിലുള്ള യോജിപ്പാണ്. അവിടെയാണ് ഞാൻ ഈ ആമുഖത്തിൽ പറഞ്ഞ താരതമ്യം പ്രസക്തമാകുന്നത്. ഇവിടെ മോദി പറയുന്നു ഭൂരിപക്ഷ ഹിന്ദു മണ്ഡലങ്ങളിൽ നിന്ന് ഒരാൾ രക്ഷപ്പെടുകയാണ് ന്യൂനപക്ഷങ്ങൾ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു മണ്ഡലത്തിലേക്ക്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ നരേന്ദ്രമോദി വന്ന് കേരളത്തിലെ വികസനവുമായി ബന്ധപ്പെട്ട് അട്ടപ്പാടി എവിടെ കിടക്കുന്നു എന്നൊരു അഭിപ്രായ പ്രകടനം കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നടത്തിയിട്ട് പോയപ്പോൾ എത്ര ആർജവത്തോടെ പ്രതികരിച്ചവരാണ്. നിങ്ങളുടെ നാവിറങ്ങിപ്പോയോ ഇപ്പോൾ?
നിങ്ങൾ തന്നെ ഈ ന്യൂനപക്ഷ കേന്ദ്രിതമായിരിക്കുന്ന ഒരു സ്ഥലത്ത് ലീഗ് അടക്കമുള്ള SDPI അടക്കമുള്ള അവിശുദ്ധ ബാന്ധവത്തിന്റെ പ്രതീകമായി സ്ഥാനാർത്ഥിയായി നിൽക്കുകയാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞതിന്റെ മറുവശമാണ് സാർ മോദി പറഞ്ഞത്. അങ്ങനെ ഒരു വ്യാഖ്യാനം കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് ചമച്ചു കൊടുത്തത് ആരാണ്? അല്ല വേണു, ഉള്ളത് പറഞ്ഞാൽ അത് രണ്ടുപേർ പറഞ്ഞു എന്ന് കരുതിയിട്ടല്ല. രാഹുൽ ഗാന്ധിയുടെ പിതാവ് രാജീവ് ഗാന്ധിയാണെന്ന് ഇടതുപക്ഷക്കാർ പറയുന്നു, BJPയും പറയുന്നു രാഹുൽ ഗാന്ധിയുടെ പിതാവ് രാജീവ് ഗാന്ധി തന്നെ. രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞാൽ അതുകൊണ്ട് രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ പിതാവ് അല്ലാതാകും. അത് ശരി സർ, ഇവിടെ മതപരമായും സാമുദായികമായും ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുകയാണ്. വ്യത്യസ്ത രൂപത്തിലുള്ള രണ്ടുപേർ മതപരമായും സാമുദായികമായും ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കുകയാണ്. അതിലൊരു ഭാഗത്ത് ഭൂരിപക്ഷ ധ്രുവീകരണത്തെയാണ് മോദി ലാക്കാക്കുന്നത് എങ്കിൽ മറുവശത്ത് ന്യൂനപക്ഷ ധ്രുവീകരണത്തെ നിങ്ങളും ലാക്കാക്കുന്നു. അല്ല, ഇവിടെ കോൺഗ്രസ് ന്യൂനപക്ഷ ധ്രുവീകരണവും ഭൂരിപക്ഷ ധ്രുവീകരണവും നടത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. BJP പോലെ തന്നെ അധികാരത്തിലെത്താൻ തെരഞ്ഞെടുപ്പിന് വേണ്ടി നിരവധി ഉദാഹരണം കൊണ്ട് ഞാൻ അതിവിടെ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നില്ല. പഴയ ചരിത്രം എടുത്താൽ കോൺഗ്രസ്സാണ് തുടങ്ങി വെച്ചത്. ആ തുടങ്ങി വെച്ചത് ഇപ്പോഴും അവർ തുടരുന്നു. ഇവിടെ വസ്തുതയല്ലേ അത്. രാഹുൽ ഗാന്ധിക്ക് ഒന്നിലധികം സീറ്റിൽ എവിടെ വേണമെങ്കിലും മത്സരിക്കാം, പ്രശ്നമില്ല. അതിന് രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ചെയ്യാറുണ്ട്. ഞങ്ങൾ അതിനൊന്നും എതിരല്ല, മത്സരിച്ചോട്ടെ. പക്ഷേ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിപ്പിടിച്ച മുഖ്യ ശത്രു ആര് എന്നതിൽ നിന്ന് ഒളിച്ചോടുന്നു എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കില്ലേ, ജനങ്ങൾക്കില്ലേ? അതേ ഞങ്ങൾ പറയുന്നുള്ളൂ. അല്ല, അത് ശരിയാണ്, അത്രയും ശരിയാണ്. BJP കണ്ടിരുന്നു. അന്നത്തെ നിങ്ങളുടെ ആ വാദഗതിയോട് മറ്റു തരത്തിലുള്ള എതിർപ്പുകൾ എന്തായാലും മാധ്യമങ്ങൾ ഉന്നയിച്ചിട്ടും ഉണ്ടാകില്ല. ഇവിടെ അങ്ങനെയല്ല. ആ പടി കടന്ന് നിങ്ങൾ പറയുകയാണ് ന്യൂനപക്ഷ കേന്ദ്രിതമായൊരു സ്ഥലം, അവിടെ ലീഗിൻ്റെ ഒരു മേൽക്കൈയുണ്ട്, അതിൻ്റെ പിൻപറ്റി വിജയിക്കാൻ രക്ഷപ്പെട്ട് ലോക്സഭയിൽ എങ്ങനെയെങ്കിലും കടന്നുകൂടാൻ എത്തുന്ന ഒരാളായി നിങ്ങൾ രാഹുൽ ഗാന്ധിയെ ചിത്രീകരിക്കുന്നത് എന്തുകൊണ്ട്? അതുതന്നെയാണ് മോദിയും നൽകുന്ന ചിത്രണം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച്. എന്ന് മാത്രമല്ല, നിങ്ങൾ ഒരു പടി കൂടി കടന്നു പറയുകയാണ് SDPIയുടെ അടക്കം എല്ലാ തരത്തിലുള്ള സഹായങ്ങളും കിട്ടുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് രാഹുൽ ഗാന്ധി എന്ന്. മറുവശത്ത് മോദി പറയുകയാണ് ഭൂരിപക്ഷ ഹിന്ദു സമൂഹങ്ങൾ ഉള്ള ഒരു മണ്ഡലങ്ങളിലും ഇദ്ദേഹത്തിന് നിൽക്കാൻ കഴിയില്ല, അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോയിരിക്കുന്നു. കേരളവുമായി ബന്ധപ്പെട്ടൊരു മോദിയുടെ ഒരു വ്യാഖ്യാനം കൂടി അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതങ്ങനെ നിർദോഷമായി കാണരുത് സർ. വേണു, ജോസഫ് ആഴിക്കൻ തന്നെ പറയുകയുണ്ടായല്ലോ, അവിടെ 60% മതന്യൂനപക്ഷമാണ്, 40% ഉള്ളു. ഞാൻ പറഞ്ഞല്ല, ജോസഫ് ആഴിക്കൻ തന്നെയാണ് പറഞ്ഞത്. ആ 60%ൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് മുസ്ലിമാണ്. ആ മുസ്ലിം ജനവിഭാഗത്തിൽ മുസ്ലിം ലീഗാണ് ഇവിടെ രാഹുൽ ഗാന്ധി വരണമെന്നുള്ള കാര്യത്തിൽ വലിയ വാശി പിടിച്ചത്. ആ മുസ്ലിം ലീഗ് വാശി പിടിക്കുമ്പോൾ മുസ്ലിം ലീഗും SDPയുമായി തെരഞ്ഞെടുപ്പ് ധാരണകൾ ഉണ്ടാക്കിയെന്നുള്ള പറയുന്നതൊക്കെ യാഥാർത്ഥ്യമല്ലേ? യാഥാർത്ഥ്യം പറയുമ്പോൾ നെറ്റി വിളിച്ചിട്ട് എന്താ കാര്യം? ഇവിടെ മിസ്റ്റർ ജോസഫ് ആഴിക്കൽ ഒരു കാര്യം പറയുകയുണ്ടായി, BJPയും ഞങ്ങളുമായി ഐക്യമെന്ന് വരുത്തി തീർക്കുക, ഐക്യമാണെന്ന് വരുത്താൻ അദ്ദേഹം കണ്ട് CBI ലാവ്ലിൻ കേസിൽ അവരിങ്ങനെ നീട്ടിപ്പോണ്. ആ ലാവ്ലിൻ കേസ് ഒരു കഥയില്ലാത്ത കേസ്. നിങ്ങൾ തന്നെ നിങ്ങളുടെ കാലത്ത് വിജിലൻസും എല്ലാ ക്രൈംബ്രാഞ്ചും ഒക്കെ അന്വേഷിച്ച് കഥയില്ലെന്ന് പറഞ്ഞ് എഴുതി തള്ളിയ കേസ് തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ രാഷ്ട്രീയ ആയുധമാക്കാൻ വേണ്ടി CBIക്ക് എടുക്കണമെന്ന് ആവശ്യപ്പെടുകയും എടുത്തിട്ട് CBI അന്വേഷിച്ചിട്ട് അതിനകത്ത് കഥയില്ല. ആ കഥയില്ലാത്ത കേസ് പിണറായി വിജയൻ തന്നെ പറഞ്ഞ് വലിച്ചു നീട്ടിക്കൊണ്ട് പോയത് തീർക്കണം. എന്തുകൊണ്ടാണ് CBI തീർക്കാത്തത്? ഈ ജോസഫ് ആഴിക്കനെപ്പോലുള്ള ആളുകൾക്ക് ഈ ലാവ്ലിൻ പറഞ്ഞിട്ട് നടക്കണം. ഈ തെരഞ്ഞെടുപ്പിലും നിങ്ങൾ എത്ര തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു? വല്ലതും വിറ്റോ? നിങ്ങളത് പറഞ്ഞു നടന്നിട്ട് വിൽക്കാത്തൊരു ചരക്ക് ഇപ്പോഴും നിങ്ങൾ കൊണ്ടുപോയി പറയാണ് ലാവ്ലിൻ. അതാണ് BJPയും CPയും തമ്മിലുള്ള ഐക്യത്തിന് ഉദാഹരണമായി പറയുന്നത്.